നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പെണ്ണറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടുവനെ പോലീസിൽ പിടിച്ചുകൊടുക്കുക തന്നെയാ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അവനെ ജയിലിൽ അയച്ചാൽ നിങ്ങൾ രണ്ട് ആങ്ങളമാരും കൂടി എന്റെ വന്ദനമോക്ക് ഒരു പയ്യനെ കണ്ടെത്തി തരുമായിരുന്നോ? ലൈഫ് തൊലച്ചതല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കിയതാ. നീ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ. എന്നും ഒപ്പം കൂട്ടാൻ, കൂടെ ചേർത്ത് നിർത്താൻ. അങ്ങനൊരു വ്യാമോഹം വേണ്ട നിങ്ങൾക്ക്. ഞാൻ ഇന്ന് ഇവിടെയാണെങ്കിലും ഒറ്റയ്ക്കായിരിക്കും. ജഗന്റെ റൂം എനിക്ക് വേണ്ട. അടുക്കളയിലോ ചായ്പിലോ അല്ലെങ്കിൽ പുറത്ത് വരാന്തയിലോ ഞാൻ കിടന്നോളാം. എന്നാലും ഒപ്പം ഒരു മുറിയില് ഒരു കട്ടില് നിന്നോടൊപ്പം കഴിയുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. അത് നടക്കില്ല. സമ്മതിച്ചു. പക്ഷേ പുറത്തു കിടക്കുന്നത് വന്ദനയല്ല, ഞാനായിരിക്കും. താലി കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് വരാന്തയിൽ കിടത്താനുള്ള സംസ്കാരമൊന്നും ജഗൻ പഠിച്ചിട്ടില്ല. വന്ദന ഒരു കാര്യം കൂടി അറിഞ്ഞു. നിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ ഞാൻ നിന്റെ ശരീരത്തെ പോലും സ്പർശിക്കില്ല. ഇത് നീയും ഞാനും പ്രാർത്ഥിക്കുന്ന ദേവിയാണ് സത്യം. ഇനി മുതൽ ഈ മുറി എന്റേതല്ല. ഇന്നു മുതൽ ഈ മുറി വന്ദനയ്ക്ക. പുറത്തൊരു കാവൽനായെ പോലെ ഞാനുണ്ടാവും. മാധവേട്ട, വന്ദന പോയിട്ട് ഇത്ര നേരായിട്ടൊന്നും വിളിച്ചില്ലല്ലോ. എനിക്കെന്തോ ഉള്ളിലൊരാതി. മാധവേട്ടനൊന്ന് വിളിച്ചേ. മാധവേട്ടൻ വർഷയെ വിളിച്ചിട്ടും എനിക്ക് ഫോൺ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വർഷയെ കൊണ്ട് വന്ദനയെ വിളിപ്പിച്ചേനെ. വന്ദന പോയിരിക്കുന്നത് കുറുപ്പിന്റെ വീട്ടിലേക്ക്. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും മാധവേട്ടനൊന്ന് വിളിക്കേ പ്ലീസ്. ചന്ദ്രു, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വന്ദന ഒറ്റയ്ക്കല്ല കുറുപ്പിന്റെ വീട്ടിലേക്ക് കയറി ചെന്നത്, ജഗനോടൊപ്പമാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. ജഗൻ വന്ദനയും കൂട്ടി കുറുപ്പിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എതിർപ്പുകളൊക്കെ തരണം ചെയ്യാനുള്ള ശേഷിയുള്ളതുകൊണ്ടാ. ചങ്കുറപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നെറുകേടിന്റെ കാര്യത്തിലാണെങ്കിലും ജഗന്റെ അച്ഛനാണ് കുറുപ്പെന്ന് ഓർക്കണം. ദുരഭിമാനിയാണ് അയാൾ. വേണ്ടി വന്നാൽ രണ്ടെണ്ണത്തിനെ നിലവിളക്കെടുത്ത് സ്വീകരിക്കുന്നതിന് പകരം പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് വരും. മാധവേട്ട, എനിക്ക് പെപ്രാളം തോന്നുന്നു. ഒന്ന് വിളിക്ക്. ചന്ദ്രു, നീ ഒന്ന് അടങ്ങ്. അങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണെങ്കിൽ അതിന്റെ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കുറുപ്പ് ഒരച്ഛനാ. മക്കൾ എത്ര നെറുകേട് കാണിച്ചാലും കൊന്നുകളയാനുള്ള മനസ്സൊന്നും ഒരച്ഛനും ഉണ്ടാവില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് വായിക്കരയിടാൻ ആൺമക്കൾ ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്നോട് കാണിച്ചു കൂട്ടിയ നെറുകേടിന് ഞാൻ തന്നെ കൊന്നേനെ എന്റെ ആൺമക്കളെ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ദൂർത്തടിച്ചു കളയാൻ പ്രകാശന് മടി തന്നെയാ. എന്ന് വെച്ച് ഒരു കുടുംബത്തിലും കയറി ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും പേരുദോഷമുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ഞാനിതുവരെ ചെയ്തിട്ടില്ല. പ്രകാശൻ അഭിപ്രായവും നിലപാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല.
വന്ദനയുടെ അടുത്ത് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ ബോധം കെടുത്തി താലി കെട്ടിയവനാണ് ജഗൻ. ഒരു പെണ്ണിനെ ചതിച്ച് അവനെതിരെ കേസ് കൊടുത്ത് ജയിലിലടയ്ക്കാനുള്ള നേരത്ത് വന്ദനയെ ഒരു വെറും അറവുമാടിനെ പോലെ ജഗന് തന്നെ കൊടുത്തതിൽ എനിക്ക് എതിർപ്പുണ്ട്. നിന്റെ ഉള്ളിലിരിപ്പ് ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചല്ലോ, സന്തോഷം. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെ എന്റെ കുഞ്ഞിവിടെ ഇരുന്നപ്പോ കൂടപ്പിറപ്പുകളായി നീയൊക്കെ അവള് ജാതകദോഷക്കാരിയാണെന്ന് വിളിച്ചു പറഞ്ഞത് മറന്നുപോയോ? നീ പറഞ്ഞത് ശരിയാ. ഒരു പെണ്ണറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടുവനെ പോലീസിൽ പിടിച്ചു കൊടുക്കുക തന്നെയാ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അവനെ ജയിലിൽ അയച്ചാൽ നിങ്ങൾ 2 ആങ്ങളമാരും കൂടി എന്റെ വന്ദനമോക്ക് ഒരു പയ്യനെ കണ്ടെത്തി തരുമായിരുന്നോ? പറയടാ, തരുമായിരുന്നോ? മാധവേട്ടാ, പറയട്ടെ. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ബാക്കി നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കൾ കൊടുക്കുന്ന ധൈര്യമാണ് ബലം. അങ്ങനെ ഒരു ധൈര്യം ഈ നിമിഷം വരെ എന്റെ ആൺമക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ കല്യാണം കഴിയാത്ത വന്ദനയ്ക്ക് നിന്റെയൊക്കെ ദാസിപ്പണി ചെയ്യേണ്ടി വരും. അതാ അവസ്ഥ. അച്ഛാ, അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. വന്ദനേച്ചി എന്റെ കൂടെ പറപ്പ. അച്ഛനല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റും. ചി വാ അടക്കട. ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നവൻ. എടാ, ആദ്യം സ്വന്തം ഭാര്യയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റ്. തുച്ഛമായ പൈസയാണെങ്കിൽ സ്വന്തമായൊരു വരുമാനമുള്ളവനെ പെണ്ണനുസരിച്ച് നിന്നിട്ടുള്ളൂ. ജോലിയും കൂലിയും ഇല്ലാതെ പ്രേമം അഭിനയിച്ച് ഒരു പെണ്ണിനെ മതിലി അടിച്ച് കൊണ്ടുവരുന്നൊന്നും അല്ല ആണത്തം. അവിടെ തുടങ്ങിയതാ കുറുപ്പിന് ഈ കുടുംബത്തോടുള്ള പക. നീ ചെയ്തു കൂട്ടിയ നെറുകേട്ടിന്റെ ഫലം കൂടിയാണ് എന്റെ മോൾക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അച്ഛാ വേണ്ട, ഇനി നമ്മൾ തമ്മിൽ അധികം പറഞ്ഞു മുഷിയണ്ട. നാളെ വിഷുവാ, അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. വിഷുവായിട്ട് ആരും ഇതുവരെ കണിയൊന്നും ഒരുക്കിയില്ലേ? ചന്ദ്രികേ, 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 ചന്ദ്രികേ. ഹാപ്പി വിഷു ചന്ദ്രികേ. അല്ല, എന്താ ചന്ദ്രികേ, വിഷു ആയിട്ട് ഇവിടെ കണിയൊന്നും ഒരുക്കിയില്ലേ നീ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.